ഞങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെ എഴുതുന്നതാണ് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന്. ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങളുടേത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്, രാഷ്ട്രീയ തീരുമാനമാണ്. ഇവരുടെ കപട ഭക്തി കാണിക്കുന്ന ഈ അയ്യപ്പ സംഘവുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കില്ല, ഒരു കാരണവശാലും സഹകരിക്കില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല, ഒരു തീരുമാനം മാത്രമല്ല. കേരളത്തിലെ UDF എടുത്തിരിക്കുന്നത് ഉറച്ച മതേതര നിലപാടാണ്. ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഞങ്ങൾ ഒരു പ്രീണന നയം ഞങ്ങളുടേതില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ CPM ആ പ്രീണന നയവുമായി പോവുകയാണ്. ഇപ്പോൾ അവരുടെ ഭൂരിപക്ഷ വർഗീയതയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഞങ്ങൾ ഇതിനെ രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കില്ല. ഉറച്ച മതേതര നിലപാടുമായി കേരളത്തിലെ UDF മുന്നോട്ട് പോകും. ഉറച്ച അല്ലെന്നേ, ഞങ്ങൾ അദ്ദേഹത്തോട് അയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളാരും അവരുടെ നിലപാട് അവർക്കെടുക്കാം. അതൊരു സമുദായ സംഘടനയാണ്, അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ അവരെടുത്ത നിലപാടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല, ആരോപണം ഉന്നയിച്ചിട്ടില്ല, ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അവർക്കെല്ലാം ഇഷ്ടംപോലെ ആളുകൾ പോയി, ചിലർ പോയില്ല. ബ്രാഹ്മണ സഭ പോയില്ല, യോഗക്ഷേമ സഭ പങ്കെടുത്തില്ല. അതൊക്കെ ഓരോ സംഘടനയുടെ തീരുമാനമാണ്. അതിന് NSS എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞങ്ങളല്ലല്ലോ പറയുന്നത്. അല്ല, അത് അവരുടെ തീരുമാനമല്ലേ. ഇതിനു മുമ്പ് SNDP എന്ത് തീരുമാനം എടുത്ത്? SNDP നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദവിയായിരുന്നു. അപ്പോൾ അവർ ആ തീരുമാനം എടുത്ത് അന്ന് ശബരിമലയിൽ ആരെയും കയറ്റരുത്, സ്ത്രീകളെ കയറ്റണം എന്നുള്ള നിലപാടാണ് SNDP അന്ന് എടുത്തത്. ഇപ്പം മാറ്റി. പിണറായി വിജയൻ പറഞ്ഞത് ആകാശം ഇടിഞ്ഞു വീണാലും അവിടെ സുപ്രീം കോടതി വിധിയുടെ ഒപ്പം നിൽക്കുമെന്നാണ് പറയുന്നത്, അല്ലേ? സുപ്രീം കോടതി വിധിയുടെ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞത്. ഒരു തരത്തിലും നവോത്ഥാന ചിന്തയ്ക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞു. ഇപ്പം എങ്ങോട്ടാ മാറി? ഞങ്ങളല്ലല്ലോ മാറിയത്. ഞങ്ങൾ അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും അയ്യപ്പ ഭക്തരുടെ കൂടെ, വിശ്വാസികളുടെ കൂടെ ഉള്ള നിലപാടാണ് എടുത്തത്. ഞങ്ങളുടേത് ഇപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനമാണ്. ഞങ്ങൾ ആ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ എന്തിനാ ഞങ്ങൾ ആശങ്കപ്പെടുന്നത് എന്തിനാ? അത് അവരുടെ തീരുമാനം, അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം. ഒരു വിഷയത്തിൽ അവർക്കത് എടുക്കാം, അതിലെന്ത് തെറ്റുള്ളത്? അവരെടുത്തോട്ടെ. അത് ഞങ്ങളെ ബാധിക്കുന്ന എങ്ങനെ? ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല, ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം CPM-നില്ല. കേരളത്തിലെ CPM എന്ന് പറയുന്ന ഇപ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ജാതിക്കാരുടെയും മതത്തിൻ്റെയും എല്ലാവരുടെയും പുറകെ നടക്കുന്നൊരു പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. ഞങ്ങളെന്തിനാണ് അതിനെ പുറകെ പോകുന്നത്? ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ, വളരെ വ്യക്തമാണല്ലോ. അമൃതാനന്ദമയുടെ അടുത്തൊന്നും പോയില്ലെന്ന് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ കപടഭക്തിയുമായി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളില്ല. അത് 7 നിലയിൽ പൊളിഞ്ഞും പോയി, 7 നിലയിൽ പൊട്ടിയും പോയി ആ പരിപാടി. പിന്നെ ആകെ പിണറായി വിജയന് സന്തോഷമായത് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച് മന്ത്രിമാരെല്ലാം പുളകിതരായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ യോഗി ആദിത്യനാഥും പിണറായി വിജയനും നല്ല കൂട്ടുകാരായി മാറി. അതല്ലേ അതിൻ്റെ പരിണത ഫലം. പിന്നെ വിദ്വേഷം പ്രസംഗിക്കുന്ന ആളുകൾ, മറ്റു മതങ്ങളെക്കുറിച്ച് വിദ്വേഷം പറയുന്ന ആളുകൾ, അവരെല്ലാം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് സ്വയം പരിഹാസനായി. ആ കൂടെ ഞങ്ങളുണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഞങ്ങളെങ്ങനെ അവിടെ പോയി ഇരുന്നിരുന്നെങ്കിലോ ഞങ്ങളും അതുപോലെ പരിഹാസ കഥാപാത്രങ്ങളായേനെ. ഈ യോഗി ആദിത്യനാഥിൻ്റെ ഈ സന്ദേശം വായിക്കുമ്പോൾ ഞാനങ്ങനെ സ്റ്റേജിലുണ്ടായിരുന്നെങ്കിലോ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പോകാൻ.